ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നൂഡിൽസാണ്. നമ്മൾ സാധാ കടയിൽ നിന്ന് കിട്ടുന്ന നൂഡിൽസ് നമ്മുടേതായ സ്പെഷ്യൽ രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു തക്കാളി, ഇഞ്ചി, ക്യാരറ്റ്, സവോള, പച്ചമുളക് 2 നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ വേപ്പില ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റിയാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. കുറച്ചും കൂടി നമ്മൾ വെജിറ്റബിൾസ് ആഡ് ചെയ്യണം, കാരണം കുറച്ച് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നുണ്ട്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള എല്ലാ കഷ്ണങ്ങളിലും നമ്മൾ വഴറ്റിയെടുക്കലേ ആവശ്യമുള്ളൂ. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് EP നൂഡിൽസാണ്. അതിൻ്റെ 4 വരുന്ന പാക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും. ഒരു 4-5 ആൾക്കാർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളാണ് നമ്മളതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് നമ്മൾ എക്സ്ട്രാ ചേർത്തിട്ടുള്ളത് ഒരു സോയാ സോസ് ചേർത്തിട്ടുണ്ട്. സോയാ സോസിൽ ഉപ്പുള്ള കാരണം വേറെ അഡീഷണൽ ഉപ്പ് നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് എണ്ണയോ വെളിച്ചെണ്ണയോ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് തിളച്ച് വരുമ്പോൾ, ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതൊന്ന് തിളച്ച് വരുമ്പോൾ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. ചിലർക്ക് കടുക് ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ ഇതിന് കടുക് കിട്ടുമ്പോൾ വേറൊരു ടേസ്റ്റ് വരുന്ന കാരണം കടുക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. വല്ലാണ്ട് വെന്ത് കുഴയണമെന്നില്ല. നമ്മൾ ആ ആവശ്യത്തിന് കഴിക്കാനുള്ളൊരു പച്ചക്കുത്ത് മാറണ വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കുക്കാവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ സോയാ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നൂഡിൽസ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ്. 1 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഓരോ നൂഡിൽസിൻ്റെ പാക്കറ്റിലുള്ള ഓരോ റൗണ്ടും ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ തന്നെ നമ്മളെ മസാലകളുണ്ട്. നമ്മൾ അഡീഷണൽ ചേർക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ചേർക്കാം. ഞാൻ ഇതിലുള്ള മസാല തന്നെയാണ് ചേർത്തിട്ടുള്ളത്. ഇതിൽ കുറച്ചും കൂടി സ്പൈസസ് ആയിട്ടുള്ള മസാലയും കൂടിയും അഡീഷണൽ ഉണ്ട്. അത്യാവശ്യം നല്ല എരിവുണ്ടായിരിക്കും. അത് കാരണം വേറെ സ്പൈസസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിനി ചുവന്ന മുളക് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര എരിവും. അതിലത്തെ ഇടുക എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആഡ് ചെയ്യാം. ഞാൻ ഇതിലത്തെ മസാലയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള നൂഡിൽസ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.